ഇപ്പോൾ 36 പേര് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് സാറ് പറഞ്ഞു. ഏകദേശം 1000-ഓളം കേസുകൾ വന്നു. എങ്ങനെയാണ് ഇത്രയും പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിച്ചത്? ഏത് തരത്തിലാണ് നമ്മൾ ഇപ്പോൾ ഒരു പ്രണയം നമുക്കറിയാം, അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ തിരിച്ചു വരുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ തരത്തിൽ ഒരു പ്രണയക്കെണി എന്ന് പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ ഒരു കെണി പൂട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും ഇവരുടെ പ്രണയം വരുന്നത്. അപ്പം അതിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊന്നല്ല ബുദ്ധിമുട്ട്. അപ്പം എങ്ങനെയാണ് ഇത്രയും നമ്പർ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത്? അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറയട്ടെ, അത് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ഗ്രേസ് ആണ്. അത് ദൈവകൃപയാണ്, അല്ല നമ്മുടെ ഒന്നും മഹത്വമല്ല. നമ്മള് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ബേസിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് തന്നെ നമ്മൾ പറയും, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയാണ്. നമുക്കൊരു യോഗ്യതയില്ല. അതിന് ഞാനൊരു നാടും കൂടെ ഒന്നും പറയാതെ ഞാനൊരു ഉദാഹരണം പറയാം, 1-2 ഉദാഹരണം പറയാം. ഞാനൊരു സ്ഥലത്ത് അവിടുത്തെ വികാരിച്ചും പറഞ്ഞിട്ട് ഞാനൊരു കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഏകദേശം ഞാൻ കോട്ടയം ഭാഗത്താണുള്ളത്. ഏകദേശം ഒരു 100-300 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് ചെല്ലുന്നത്, ഒരു മലയുടെ മണ്ടയിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന് വികാരിച്ചൻ അവിടുത്തെ കാറ്റീസ് HM-നെയും കൂട്ടി ഈ വീട്ടിലേക്ക് വിട്ട് ഞാൻ ആ വീടിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ആ കൊച്ചിന്റെ അപ്പനോ അമ്മയോ ഒന്നുമില്ല. ഈ കുട്ടിയുടെ ഒരു സഹോദരിയുണ്ട്. അപ്പൊ അവിടെ എന്നെ കണ്ടത് ഈ കൊച്ചനോട് ചോദിച്ചു, എന്നെ കൊണ്ടുപോകാൻ വന്നാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങോട്ട് കൊണ്ടുപോകാനാന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് വികാരിച്ചും പറഞ്ഞു, നീ പെട്ടിരിക്കുന്ന കെണി അവിടെ നിന്ന് നിനക്ക് ഊരാണെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ ഞാൻ പറഞ്ഞു വിടുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് മടുത്ത് ഒരു കുന്നിന്റെ മലയാണ്, മടുത്ത് കയറി ചെന്ന് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, ഈ കൊച്ചിനോട് പറഞ്ഞു, മോളെ നീ ഒരു ചായ ഇടാൻ പറഞ്ഞു. അപ്പൊ ഇതിന്റെ അനിയത്തിയുണ്ട്, അവളോട് ചായ ഇടാൻ വേണ്ടി പോയി. അപ്പൊ ഇവള് വീണ്ടും എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, സാറേ ഞാൻ പായ്ക്ക് ഇട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എങ്ങോട്ടാന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ സാറിന്റെ കൂടെ പോരും, എനിക്ക് എങ്ങനെയും ഈ ഊരാക്കുടിക്കിൽ നിന്ന് രക്ഷപ്പെടണം, ഞാൻ എവിടെ വേണേലും വരാം, എനിക്ക് രക്ഷപ്പെടണം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ തമാശ പറയാതെ അപ്പനും അമ്മയും വരട്ടെ, നീ വന്നാൽ ഞാൻ കൊണ്ടുപോകും, പക്ഷെ പപ്പയും അമ്മയും വരട്ടെ. അപ്പൊ പറഞ്ഞു, പപ്പ ജോലിക്ക് പോയതാ, അമ്മ പറമ്പിൽ പോയതാന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോ അവര് വന്നു. ഈ അനിയത്തി ചായ കൊണ്ടുവരുന്ന സമയത്ത് ഈ ചേട്ടത്തി എന്റെ മുമ്പിൽ നിന്ന് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞ് ഇവിടെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വല്ല അപകടത്തിലേക്ക് പോയോ എന്ന് പേടിച്ച് ഞാൻ ഈ അനിയത്തിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവള് ബാഗ് പായ്ക്കുകയെന്ന് പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഓടിപ്പടച്ച് വരുമ്പോ മോള് ബാഗ് പാക്ക് ചെയ്ത് ഈ കുഞ്ഞു വീടിന്റെ ചായ്പില് വന്ന് എന്റെ മുമ്പിൽ, ഞാൻ ഇട്ടിരിക്കുന്ന ഒരേ ഒരു കസേരയുള്ളൂ അവിടെ, ആ കസേരയുടെ അടുത്ത് വന്ന് ഇവള് ബാഗ് ഇട്ട് നിൽക്കുക, സാറേ നമുക്ക് പോകാന്ന് പറഞ്ഞു. പിന്നെ അവളുടെ അമ്മേനെയും കൂട്ടി രാത്രി തന്നെ അവളെ അവിടുന്ന് കൊണ്ടുപോകുന്ന 200-300 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കി നമുക്ക് ആ കൊച്ചിനെ രക്ഷിക്കാൻ വേണ്ടി പറ്റി. ഇത് ഞാൻ പ്രത്യേകിച്ച് ഒരു വാക്കു പറഞ്ഞിട്ടില്ല, ഒരു കൗൺസിലിങ്ങോ ഷെയറിങ്ങോ നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ കൊച്ചിനെ ഒരു രീതിയിലും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ കൊച്ച് റെഡിയാണ്, അവർക്ക് ആ രക്ഷപ്പെടാൻ ആഗ്രഹം, ആരെയും ഒന്ന് ഇടപെടണം. ഇത് ഈ രീതി തൊട്ട് ഉള്ള നടപടികളാണ്. നമ്മൾ പൊതുവെ ആരെയും ഭീഷണിപ്പെടുത്തിയോ ആരെയും ബലം പ്രയോഗിച്ചോ കയ്യൂപ്പ് കൊണ്ടോ ഇന്ന് വരെ അങ്ങനെ നേരിടേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിയാണ്. പിന്നെ ഇതെല്ലാം ഓരോ മെത്തഡോളജിയാണ്, ഓരോ കേസുകളിലും ഡിഫറെന്റ് ആയിട്ട് നമ്മളെ ദൈവം നയിക്കും ഈ കുഞ്ഞുങ്ങളോട് ഡീൽ ചെയ്യാൻ. ഞാനൊരു സ്ഥലത്ത് ഒരു കൊച്ച് ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്നപ്പെട്ട് ഒരു യുവാവുമായിട്ട് ബന്ധത്തില് അതിലൊരു ക്യാരിങ് ആയി അതിന് അബോർഷൻ നടത്തിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടീനെ കാണാൻ പോയി. ആ കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ അപ്പനെയും അമ്മേനെയും, കുഞ്ഞു വീടാ, ഒറ്റമുറി വീടാ, അപ്പൊ അവരെ മാറ്റാതെ എനിക്ക് ഈ കൊച്ചിനോട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ അവരെ ഞാൻ മുറ്റത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈ കൊച്ചിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ആ കൊച്ചു നിൽക്കുമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, ഇരിക്കടി മോളെ എന്ന് പറഞ്ഞു. അവള് കേട്ടില്ല. അപ്പൊ ഞാൻ ഇവള് ഭയങ്കര വേദനിച്ച് നിൽക്കുവാണല്ലോ, ഞാൻ ഇവളോട് പറഞ്ഞു, എടി കുഞ്ഞെ മോളെ ചക്ക ഇരിക്കേ, എന്റെ കുഞ്ഞ് ഇരിക്കടി എന്ന് പറഞ്ഞ് ഞാൻ അവളെ 2-3 പ്രാവശ്യം ചക്കരെ കുഞ്ഞെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ അവള് കരഞ്ഞ് നിലവിളിച്ച് അവള് അവിടെ ഇരുന്നു. അമ്മയും അപ്പനും അവിടെ കയറി വന്നു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പേടിക്കേണ്ട, അവിടെ നിന്നോ, നിങ്ങൾ നോക്കിക്കൊണ്ട് നിന്നോ, ഇങ്ങോട്ട് കയറണ്ടാവോ. കുറെ കഴിഞ്ഞ അവള് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോ അവള് പതുക്കെ എഴുന്നേറ്റ് മൂക്കും മോവൊക്കെ തുളച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോളെ, നീ എന്തിനാ കരഞ്ഞെന്ന് ചോദിച്ചു. മോളെന്നോട് പറഞ്ഞു, ഇത് മാതാപിതാക്കന്മാർക്കൊക്കെ ഉള്ള ഒരു മുന്നറിയിപ്പാണ്. അവളെന്നോട് പറഞ്ഞു, സാറേ ബോധം വെച്ച നാള് മുതൽ ഇന്ന് വരെ ആരും എന്നെ ഇങ്ങനെ മോളേന്നോ ചക്കയെന്നോ കുഞ്ഞേന്നോ ഒന്നും വിളിച്ചില്ല. ആ ഒരു സ്നേഹം തരുമെന്ന് പറഞ്ഞ ഒരാളെ എന്റെ കൂടെ വന്നു. പക്ഷെ ആ തരുന്നയാളെ ലക്ഷ്യം എന്റെ സ്നേഹം മാത്രമായിരുന്നില്ല എന്ന്, എന്റെ ശരീരമായിരുന്നു, എന്നെ മതമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അപകടം മണത്തത്. ആ അപകടമാണ് ഇപ്പോൾ സാർ ഇവിടെ ഇരിക്കാൻ കാരണം. ആ കൊച്ചിനോട് ഞാനൊന്നും പറയേണ്ടി വന്നില്ല. അവള്
കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാക്കണം, അമ്മ പോരെ എന്നെ കൊണ്ടുപോയാക്കി, ഇന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂടെ പോകും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സമീപനങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അത് നമുക്ക് ദൈവം തരും. ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സംസാരിക്കാനൊക്കെ അങ്ങനെയാണ് നമ്മൾ ഡിച്ചോ ഈ കുഞ്ഞുങ്ങളെ സമീപിക്കുന്നത്.